ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ KS രാജേന്ദ്രൻ മാസ്റ്റർ. കുംഭക്കൂറുകാർ ഓഗസ്റ്റ് മാസത്തിൽ അനുഭവിക്കാനിടയുള്ള ചാരഫലങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. അവിട്ടം പകുതി, ചതയം, പൂരിട്ടാതി മുക്കാല് എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിൽ ഉൾപ്പെടുന്നത്. ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം. സൂര്യനും ബുധനും കർക്കിടകം രാശിയിലും, വ്യാഴവും ശുക്രനും മിഥുനം രാശിയിലും, ശനി മീനൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. രാഹു കുംഭം രാശിയിലും, കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ചൊവ്വ കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി. കുംഭക്കൂറുകാർക്ക് ഓഗസ്റ്റ് മാസത്തിൽ സൂര്യൻ നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. ഓഗസ്റ്റ് മാസം 17-ാം തീയതി വരെ 6-ാം ഭാവത്തിൽ സൂര്യൻ സ്ഥിതി ചെയ്യും. രോഗങ്ങൾക്കും ശത്രുക്കൾക്കും അതുപോലെ ദുഃഖങ്ങൾക്കും നാശം ഈ സൂര്യന്റെ 6-ാം ഭാവത്തിലെ സ്ഥിതി മൂലം സംഭവിക്കും. രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ മോചനം ഉണ്ടാവുകയും വലിയ ആരോഗ്യ പുരോഗതി നേടുകയും ചെയ്യും. ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും പെട്ടെന്ന് തന്നെ മോചനം ഉണ്ടാവും. അതുപോലെ വളരെ കാലമായി രോഗങ്ങൾക്ക് ചികിത്സ നടത്തി വരുന്നവർക്ക് ചികിത്സയൊക്കെ പെട്ടെന്ന് തന്നെ നിർത്താൻ കഴിയുന്നതും രോഗത്തിൽ നിന്നും മോചനം നേടാൻ കഴിയുന്നതുമാണ്. ആരോഗ്യസ്ഥിതി വളരെ പെട്ടെന്ന് ഈ കൂറുകാർക്ക് മെച്ചപ്പെടുന്നതും വലിയ ഉന്മേഷവും മനസ്സിന് ആശ്വാസവും ലഭിക്കുന്നതുമാണ്. അതുപോലെ ശത്രുക്കളായി ഭവിച്ചിരുന്നവരൊക്കെ അത് അവസാനിപ്പിച്ച് വളരെ അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ശത്രുക്കളിൽ നിന്നും ഈ കൂറുകാർ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവും. ശത്രുദോഷം എന്ന ഒരു ഭയം ഈ കൂറുകാർക്ക് അടുത്ത ഒരു മാസക്കാലം അനുഭവിക്കേണ്ടി വരുന്നതല്ല. ശത്രുക്കളെ കൊണ്ട് ജീവിതം ദുസ്സഹമായിരുന്നവർക്ക് ഇനി വളരെ ആശ്വാസത്തോടെയും അതുപോലെ സന്തോഷത്തോടെയും തങ്ങളുടെ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയും. അതുപോലെ ദുഃഖം, പല വിധത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിച്ചവരായിരുന്നു ഈ കൂറിൽപ്പെട്ട മിക്കവരും. അവർക്കൊക്കെ അവരുടെ ദുഃഖങ്ങൾക്ക് ഒരു അറുതി വരികയാണ്. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടുകയും വലിയ സന്തോഷവും ഉന്മേഷവും അനുഭവപ്പെടാൻ പോവുകയുമാണ്. എല്ലാ രംഗത്തും വലിയ വിജയം ഇവർക്ക് കൈവരിക്കുവാൻ സാധിക്കും. തങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുവാനും അതുപോലെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാനും ഈ കൂറുകാർക്ക് സാധിക്കുന്നതോടെ എല്ലാവിധ ദുഃഖങ്ങളും അകലുകയും അതുപോലെ ഐശ്വര്യവും സന്തോഷവും ജീവിതത്തിൽ വന്നുവിടുകയും ചെയ്യും. ബുധനും ഈ കൂറുകാർക്ക് 6-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6-ാം ഭാവത്തിലെ ബുധന്റെ സ്ഥിതിയും ഈ കൂറുകാർക്ക് വളരെ അനുകൂലമാണ്. സകല കാര്യങ്ങളിലും വിജയം നേടുവാൻ ബുധന്റെ 6-ാം ഭാവത്തിലെ സ്ഥിതി ഈ കൂറുകാരെ സഹായിക്കും. തങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുവാനും അതിൽ നിന്നും പ്രതീക്ഷിച്ച ഫലം നേടുവാനും ഇടവരും. ക്രയവിക്രയങ്ങളൊക്കെ നടത്തുന്നവർക്ക് അതിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവും. അതുപോലെ സാമ്പത്തികമായ നേട്ടങ്ങളും ഇതുമൂലം വന്നു ഭവിക്കും. വസ്തു വാങ്ങുന്നതിനും വിൽക്കുന്നതിനും അനുകൂലമായ സമയമാണ്. അതുപോലെ പുതിയ വാഹനങ്ങൾ വാങ്ങുവാനും ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സഫലമാകുന്നതാണ്. പുത്ര സമ്പത്തും പുത്ര സൗഭാഗ്യവും ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. വളരെ കാലമായി സന്താനങ്ങൾ ലഭിക്കാത്തവർക്ക് വളരെ അനുകൂലമായ ചില കാര്യങ്ങളൊക്കെ ഈ ഓഗസ്റ്റ് മാസത്തിൽ സംഭവിക്കുവാൻ ഇടവരും. അതുപോലെ സന്തതികളുടെ ഭാവി കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നവർക്ക് അതിനെല്ലാം പരിഹാരം ഉണ്ടാവും.
മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ അല്ലെങ്കിൽ മുതിർന്ന മക്കളുടെ ഉദ്യോഗ കാര്യത്തിലോ അവരുടെ വിവാഹ കാര്യത്തിലോ ഒക്കെ മാനസികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കും. വളരെ ശുഭകരമായ വാർത്തകൾ തങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ ഇവർക്ക് അനുഭവപ്പെടും. അതുപോലെ നവീന ഗൃഹം ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ്. പുതിയതായി വീട് പണിയുവാനോ പുതിയ വീട് വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. തങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു വീട് തങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രദേശത്ത് ഉണ്ടാക്കുവാനോ വാങ്ങിക്കുവാനോ അവസരമുണ്ടാകും. മനസ്സിന് വലിയ സന്തോഷവും ഉന്മേഷവും ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊന്നും തടസ്സം കൂടാതെ അതൊക്കെ പൂർണ്ണമായി വിജയിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കും. എവിടെയും കാര്യവിജയം സാധിക്കും. ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതെല്ലാം തങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വിജയത്തിൽ എത്തുന്നതായിരിക്കും. ഈ കൂറുകാരുടെ ആഗ്രഹങ്ങൾക്കെല്ലാം ഫലം കാണും. ദീർഘകാലത്തെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് എടുക്കുവാൻ ഈ മാസം കൊണ്ട് അവർക്ക് കഴിയുന്നതാണ്. വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഉദ്യോഗം ലഭിക്കാൻ സാധ്യതയുണ്ട്. ദമ്പതിമാരുടെ ഇടയിൽ വലിയ ഐക്യവും അതുപോലെ പരസ്പര വിശ്വാസവും ഉണ്ടാകും. വളരെ കാലമായി വിവാഹം ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ആ കാര്യത്തിലൊക്കെ ഒരു അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. വസ്തു സംബന്ധമായോ പണസംബന്ധമായോ തർക്കങ്ങളോ കേസുകളോ ഒക്കെ നടത്തുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ശുക്രൻ ഈ കൂറുകാർക്ക് 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 5-ാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി ഇവർക്ക് വളരെ അനുകൂലമാണ്. ധനലാഭം പ്രധാനമായും 5-ാം ഭാവത്തിലെ ശുക്രൻ ഈ കൂറുകാർക്ക് നൽകുന്നു. സാമ്പത്തികമായി പരാജയം അനുഭവിച്ച് വന്നവർക്ക് ഇനി അത് വെറും ഒരു സ്വപ്നമായി അവശേഷിക്കുകയാണ്. സാമ്പത്തികമായ പരാധീനങ്ങളെല്ലാം മറികടന്ന് മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക നില ഇവർക്ക് കൈവരും. അപ്രതീക്ഷിതമായ ധനവരവാണ് ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത്. കർമ്മരംഗത്ത് വലിയ വിജയം ഉണ്ടാവുകയും അതിലൂടെ അവർ പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക നേട്ടം കൈവരുന്നതുമാണ്. അതുപോലെ സന്താന സിദ്ധി ഈ കൂറുകാർക്ക് ഉണ്ടാവും. ധാരാളം ചികിത്സകൾ നടത്തിയിട്ടും സന്താനങ്ങൾ ഉണ്ടാകാത്ത ദമ്പതിമാർക്ക് ഈ ഓഗസ്റ്റ് മാസം വളരെ അനുകൂലമായ സമയമാണ്. അവർക്ക് സന്താനങ്ങളെ ഓർത്ത് ഇനി ദുഃഖിക്കേണ്ടി വരില്ല. ധാരാളം ബന്ധുഗുണവും ഈ കൂറിൽ ജനിച്ചവർക്ക് അനുഭവപ്പെടുന്നതാണ്. പുതിയ പുതിയ ബന്ധുക്കൾ വന്നു ചേരുന്നതും അവരിലൂടെ നിരവധി സഹായങ്ങൾ ലഭിക്കുന്നതുമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കുകയും എല്ലാവരുമായി സഹകരിച്ച് സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതുമാണ്. അതുപോലെ ഗുരുജനങ്ങളുടെ സന്തോഷം അനുഭവപ്പെടുന്നതാണ്. ഈ കൂറിൽ ജനിച്ചവർക്ക് തങ്ങളുടെ ഗുരുജനങ്ങളെ സന്തോഷിപ്പിക്കുന്നതിനുള്ള പല കാര്യങ്ങളും ചെയ്യുവാൻ ഇടവരും. ഗുരുക്കന്മാരുടെയും അതുപോലെ മുതിർന്നവരുടെയും സന്തോഷം കൊണ്ട് ഈ കൂറുകാർക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ഗുരുക്കന്മാരുടെയും മറ്റും അനുഗ്രഹം കൊണ്ട് ഈ കൂറുകാരുടെ ജീവിതം പൂർണ്ണമായും വിജയത്തിലേക്ക് എത്തും. ഈ കൂറുകാരെ സംബന്ധിച്ച് ശനി നിൽക്കുന്നത് 2-ാം ഭാവത്തിലാണ്. 2-ാം ഭാവത്തിലെ ശനി ദോഷഫലങ്ങളാണ് നൽകുന്നത്. അതായത് മറ്റുള്ളവരുമായിട്ട് വിരോധമുണ്ടാകുക, കലഹമുണ്ടാകുക, കുടുംബത്തിൽ ചില ഛിദ്രങ്ങളൊക്കെ സംഭവിക്കുക, ഭാര്യ പുത്രാദികളുമായി അകന്ന് കഴിയേണ്ടി വരിക തുടങ്ങിയ ഫലങ്ങളൊക്കെയാണ് 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി നൽകുന്നത്. എന്നാൽ ശനി ഇപ്പോൾ വക്രഗതിയിൽ ആയതിനാൽ ഈ ദോഷഫലങ്ങളൊന്നും ഈ കൂറുകാർക്ക് അനുഭവത്തിൽ വരുന്നതല്ല. മറിച്ച് വലിയ ഗുണാനുഭവങ്ങളാണ് ശനി ഈ കൂറുകാർക്ക് നൽകുന്നത്. ദൂരദേശ ഗമനം കൊണ്ട് ഈ കൂറിൽപ്പെട്ടവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായി
നല്ല നിലയിൽ യോജിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരമുണ്ടാകും. പല വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ ലഭിക്കുന്നതാണ്. 7-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് ദോഷമാണ്. ഉദര സംബന്ധമായ ചില രോഗങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നേത്രരോഗത്തിനും സാധ്യത കാണുന്നു. കുടുംബത്തിൽ ദമ്പതിമാർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ വലിയ ശ്രദ്ധയും കരുതലും ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതാണ്. ഈ ദോഷങ്ങൾ മാറുന്നതിനായി ഭദ്രകാളിക്ക് പ്രീതികരമായ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. രാഹു സ്ഥിതി ചെയ്യുന്നത് കുംഭം രാശിയിലാണ്. ഈ കൂറുകാർക്ക് അത് ലഗ്നഭാവത്തിലാണ്. ലഗ്നഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു അഗ്നിയിൽ നിന്നും വിഷത്തിൽ നിന്നുമൊക്കെ ഭയം ജനിപ്പിക്കുന്നതാണ്. അതുപോലെ ബന്ധുക്കൾക്ക് ചില ആപത്തുകളും ഒക്കെ ഈ രാഹുവിന്റെ സ്ഥിതി മൂലം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ രാഹു സംബന്ധമായ ദോഷങ്ങൾ മാറുന്നതിന് നാഗപ്രീതികരമായ വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. 7-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതുവും ഈ കൂറുകാർക്ക് അനുകൂലമല്ല. വയറിന് ചില രോഗങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഭക്ഷണപാനീയങ്ങളിൽ ചില ക്രമീകരണങ്ങളും ചിട്ടകളും ഒക്കെ വരുത്തേണ്ടതാണ്. കുടുംബത്തിൽ ഐക്യവും ഐശ്വര്യവും നിലനിർത്തുവാൻ വലിയ ജാഗ്രത കാണിക്കണം. എല്ലാവിധ വിജയങ്ങളും ഈ കൂറിൽപ്പെട്ടവർക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക.